കർത്താവിൻ്റെ വലിയ തിരുനാമം എന്നും എന്നേക്കും മഹത്വം എടുക്കുവാറാകട്ടെ. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും, പ്രത്യേകാൽ വാത്സല്യ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ഏതൊരു മനുഷ്യനെയും സത്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് നിത്യനായ ദൈവത്തിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകരുതെന്നാണ് കർത്താവിൻ്റെ ഇഷ്ടം. ഏത് ജാതിയിലോ, ഏത് മതത്തിലോ, ഏത് വർണ്ണത്തിലോ, ഏത് സഭയിലോ, ഏത് ഭാഷയിലുള്ള ആരുമായിക്കൊള്ളട്ടെ, അവരാരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതിനുവേണ്ടി ദൈവം ദീർഘക്ഷമ കാണിക്കുകയും ചെയ്തു. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, എന്നോടും നിങ്ങളോടും കർത്താവ് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ ഇടയായത്, ഇല്ലേ? ഒരു രക്ഷയിലേക്ക്, മാനസാന്തരത്തിലേക്ക് നാം വന്നു. അതിനു മുമ്പേ നാം കടന്നു പോയിരുന്നെങ്കിൽ, അതിനുമുമ്പേ യേശു വന്നായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുമായിരുന്നില്ല. എന്നാൽ നമുക്ക് കർത്താവ് തക്ക സമയത്ത് രക്ഷ തന്നു. ഈ വചനം കേൾക്കാൻ ഒരു ദാഹം തന്നു. അതും കൃപയാണ്, ദൈവത്തിൻ്റെ വാത്സല്യമാണ്. ഒരു മനുഷ്യനെ സമർപ്പണത്തിലേക്കും ദൈവത്തിൻ്റെ വേലയിലേക്കും കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ അധ്വാനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ യേശു വന്ന് നിൽക്കുകയാണ്. യേശു വന്നപ്പോൾ വലിയൊരു കൂട്ടം പുരുഷാരം വന്നു. പക്ഷേ യേശുവിൻ്റെ ലക്ഷ്യം ആ വലിയൊരു കൂട്ടം പുരുഷാരത്തെ രക്ഷിക്കാൻ യേശുവിന് ഇഷ്ടമാണ്. പക്ഷേ അന്നത്തെ യേശുവിൻ്റെ ആ ഒരു സ്വർഗീയ പദ്ധതി ഈ ശീമോൻ പത്രോസിനെയും കൂട്ടാളികളെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി കർത്താവ് എന്തെല്ലാമാണ് കാര്യങ്ങൾ ചെയ്തത്. അതെ മാന്യ സഹോദര, പ്രിയ സഹോദരി, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ കോർണർ ചെയ്ത് അത് ചില പ്രതിസന്ധികളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, ചില ഞെരുക്കങ്ങളായിരിക്കാം. ഇതിലൂടെ എല്ലാം കോർണർ ചെയ്ത് യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം. പത്രോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പത്രോസ് അവിടെ ഉണ്ടെന്നും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്നും എല്ലാം കർത്താവിനറിയാം. കർത്താവ് പത്രോസിനെ തേടി അങ്ങോട്ട് ചെന്നു. അതേ, നമ്മെ തേടി നമ്മുടെ അരികിലേക്ക് വരുന്നൊരു യേശുവുണ്ട്. മകനെ, നിന്നെ തേടി നിന്റെ അരികിലേക്ക് ഇപ്പോൾ വചനം വന്നിരിക്കുകയാണ്. മകനെ, ഒരുപക്ഷെ നീ ഡ്രൈവ് ചെയ്യാതിരിക്കാം, ഒരുപക്ഷെ വീട്ടിലിരിക്കുകയായിരിക്കാം, എവിടെയെങ്കിലും ഇരുന്ന് ഈ ഫോണിലൂടെ ഈ വചനം കേൾക്കുകയായിരിക്കാം, ടി വിയിലൂടെ ഈ വചനം കേൾക്കുകയായിരിക്കാം. പക്ഷേ വചനമാവുന്ന ക്രിസ്തു മകനെ നിന്നെ തേടി നിന്റെ അരികിലേക്ക് വരികയാണ്. നിന്നോട് കർത്താവ് നിന്റെ ഹൃദയത്തിൽ സ്വകാര്യമായി കർത്താവിന് പറയാനൊരു കാര്യമുണ്ട്. മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവസാനത്തോടെ രക്തം വരെയും ഒഴുക്കിയത്. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ നിത്യസത്യം നാം തിരിച്ചറിയുക. ശീമോൻ പത്രോസിനെ ഒന്ന് പ്രിപ്പയർഡ് ആക്കുവാൻ സ്വർഗത്തിലെ ദൈവം അധ്വാനിക്കുകയാണ്. ജനത്തോട് സംസാരിച്ചു തീർന്നപ്പോൾ അതിനു മുമ്പ് ശീമോൻ പത്രോസിൻ്റെ പടക് കർത്താവ് കണ്ടു. പടകിലേക്ക് കർത്താവ് കാലെടുത്ത് വെച്ചു. ജനത്തോട് സംസാരിച്ച് തീർന്ന ശേഷം കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവേൻ. അപ്പോൾ ഈ കർത്താവിനെല്ലാം അറിയാവില്ലേ? കൂടയിൽ മീനില്ല എന്നും വള്ളത്തിൽ മീനില്ല എന്നും വലയിൽ മീനില്ല എന്നും യേശുവിനറിയാം. അതേ മോനെ, നിന്റെ ഇല്ലായ്മ അറിയുന്നൊരു യേശുവുണ്ട്. മോളെ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുന്ന യേശുവുണ്ട്. ഭർത്താവ് മദ്യപിച്ചിട്ട് വന്നിട്ട് അരി വാങ്ങിച്ചുകൊണ്ട് വരികയില്ല, ആഹാരം പദാർത്ഥങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരികയില്ല. എന്തു ചെയ്യും? ആ പാവപ്പെട്ട ഭാര്യ, അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരല്പം പൈസ ഉണ്ടാക്കി അരി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും പോറ്റി പുലർത്തണം. എൻ്റെ പ്രിയരെ, അതും കാണുന്നൊരു യേശുവുണ്ട്. നല്ല യേശുവെ, അവിടെ നിന്നെ കാണുന്നുവല്ലോ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ അവസ്ഥ കണ്ട് എന്നോട് ഇടപെടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ നാഥ, അവിടെ നിന്നെ സ്നേഹിക്കുന്നുവല്ലോ എന്ന് നിങ്ങൾ യേശുവിനോട് പറയണം. ആ യേശു ശീമോനെ കോർണർ ചെയ്ത് കൊണ്ടുവന്നു. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കി വരുമെന്ന് പറഞ്ഞു. ശിവൻ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. ഇതൊരു നിത്യസത്യമാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പത്രോസ് അനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ടു. വല കീറാറായി. തൻ്റെ കൂട്ടാളികളുടെ പടകും മുങ്ങുമാറാകുവോളം നിറഞ്ഞു. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ കാൽക്കലേക്ക് വീണു. എന്ത് മനോഹരമാണ് ഈ ഓരോ സ്റ്റെപ്പും നാം ധ്യാനിക്കുമ്പോൾ. ഒരു രക്ഷയിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ വിവിധ പടികളാണത് കാണുന്നത്. സ്തോത്രം. യേശുവിൻ്റെ കാൽക്കലേക്ക് വീണിട്ട് പറഞ്ഞു, നാഥ,
ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, അതുകൊണ്ട് അവിടെ തന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. പോകാൻ വേണ്ടിയിട്ടല്ല അത് യേശുവിനോട് പറഞ്ഞത്. പത്രോസ് പറഞ്ഞത് യേശു എന്നെ വിട്ടു പോകണമെന്ന് ഓർത്തിട്ടല്ല, തൻ്റെ ഒന്നുമില്ലായ്മ യേശുവിനോട് തുറന്നു പറഞ്ഞു. ഒരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ വേണം. ശരി, ഒരിക്കലായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തപ്പോൾ യേശു പാപം ക്ഷമിച്ചു തന്നതാണ്. പക്ഷേ നാം ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ കൊടുത്തു തീർക്കണം. ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ ക്ഷമ പറയണം. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയണം. ഏതെങ്കിലും വസ്തുക്കളോ പണമോ സർക്കാരിൻ്റെ ആകട്ടെ, പൊതുജനങ്ങളുടെ ആകട്ടെ, പൊതു സ്വത്താകട്ടെ, വ്യക്തികളുടെ ആകട്ടെ, നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീക്കുപോക്ക് വരുത്തണം. അതൊന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം പിശാചിന് അവകാശമുള്ളതാണ്. അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എന്നാൽ കൊടുത്തു തീർക്കാൻ പറ്റാത്ത അനേക കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഒരാളെ ഉപദ്രവിച്ചു പോയി, ഒരു കൊലപാതകം നടത്തിപ്പോയി, ഒരു ഭ്രൂണഹത്യ നടത്തിപ്പോയി. നിങ്ങൾക്കറിയാമോ, ഗർഭഛിദ്രം, അബോർഷൻ ഒരു മഹാപാപമാണ്. അത് കൊലപാതകം തന്നെയാണത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചവർ യേശുവിനോട് ഏറ്റുപറയണം. എങ്കിലേ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടൂ, എങ്കിലേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ. നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനത്തിന് കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനത്തിന് കാരണം മറ്റാരെങ്കിലും വ്യക്തിയാണ്, അമ്മാവിയമ്മയോ അമ്മായിയപ്പനോ ഭർത്താവോ ഭാര്യയോ മക്കളോ സാഹചര്യങ്ങളൊക്കെയാണെന്ന്, അല്ലെങ്കിൽ പണത്തിന് ഞെരുക്കമാണ് അസമാധാനത്തിന് കാരണമെന്ന് നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ മകളെ, അസമാധാനത്തിന് കാരണം നിന്റെ ഉള്ളിൽ തന്നെ നീ ഏറ്റുപറയാതെ കിടക്കുന്ന ചിലതായ പാപങ്ങളാണ്, ചില സംഭവങ്ങളാണ്, ചില മുറിപ്പാടുകളാണ്. ഇതെല്ലാം യേശുവിനോട് ഏറ്റുപറയണം. എല്ലാം തുറന്നു പറയാം. എന്ത് അബദ്ധങ്ങളോ, എന്ത് വീഴ്ചകളോ, എന്ത് പരാജയങ്ങളോ യേശുവിനോട് പറയാം. എല്ലാം തുറന്നു പറയുന്ന ഒരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തൊരാശ്വാസമാണെന്നറിയാമോ? ഞാൻ 19-ാമത്തെ വയസ്സിൽ മാനസാന്തരത്തിലേക്ക് കർത്താവിനെ നയിച്ച സമയങ്ങളിൽ ഒരു ഡിസംബർ 25-ാം തീയതി, അന്ന് അവധിയായിരുന്നു. അന്ന് ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഏകനായിട്ടിരുന്ന് നിലത്ത് പാവിരിച്ച് അവിടെ ഇരുന്ന് എൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ തൊട്ടത്, എടുത്തത്, കണ്ടത്, നോക്കിയത്, വികാരം, വിചാരം, മനോഭാവം, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ വന്ന പാപങ്ങൾ എൻ്റെ കർത്താവിൻ്റെ വെളിച്ചത്തിന് മുമ്പാകെ വന്നിരുന്ന് കണ്ടുപിടിച്ചു. ഞാൻ യേശുവിനോട് ഏറ്റുപറഞ്ഞു. ചിലതെല്ലാം കൊടുത്തു തീർക്കുമെന്ന് കർത്താവിനോട് ഉറപ്പ് പറഞ്ഞു. സ്കൂളിലും കോളേജിലും പഠിച്ചപ്പോൾ കൂട്ടുകാരുടെ പേനയും പെൻസിലും മോഷ്ടിച്ചത്, അയൽവക്കക്കാരുടെ കശുവണ്ടി മോഷ്ടിച്ചത്, സ്വന്തപ്പെട്ട വീട്ടിൽ നിന്നും ചെറിയ കൊച്ചു നോട്ടുകൾ മോഷ്ടിച്ചത്, പണം മോഷ്ടിച്ചത്, കൊച്ചു കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളതെല്ലാം ഞാൻ ഏറ്റുപറയും കർത്താവ് എന്ന് പറഞ്ഞു. എല്ലാം ഏറ്റുപറയാൻ കർത്താവ് എനിക്ക് അവസരവും തന്നു. പല ദിവസങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയി. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തമാശ പോലെ തോന്നും, 50 പൈസ, ഒരു കശുവണ്ടി, അങ്ങനെയുള്ളത് ഏതെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നോ അത് കർത്താവ് ബോധ്യം നിന്ന് എല്ലാം ഏറ്റുപറഞ്ഞു. ലജ്ജ കൂടാതെ ഏറ്റുപറഞ്ഞു. എനിക്കറിയാം ആ സമയങ്ങളിൽ യൗവനക്കാരനായിരുന്ന എൻ്റെ മേൽ വലിയൊരു ദൈവത്തിൻ്റെ കൃപ പകർന്നത്. ഭൂമിയിലല്ലാതെ ഞാൻ നടന്നതായ ഒരു അനുഭവം ആ ചെറുപ്രായത്തിൽ അനുഭവിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഏറ്റുപറയാൻ മടിക്കണ്ട, കൊടുത്തു തീർക്കാൻ മടിക്കണ്ട. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടോ, ക്ഷമ പറയാൻ മടിക്കണ്ട. കാരണം ക്ഷമ പറയുകയും കൊടുത്തു തീർക്കുകയും ചെയ്യുന്ന മക്കളെ ദൈവം സ്നേഹിച്ച് അവരെ ഉയർത്തും, അവരെ അനുഗ്രഹിക്കും. എല്ലാ പ്രകാരവും, ആത്മീയമായും ഭൗതികമായും. ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്താണ് പറയുന്നത്. നിങ്ങൾ ദൈവസേനയിൽ ഏറ്റുപറയുന്ന അനുഭവം വരണം. പത്രോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ കുറവുകൾ കണ്ടെത്തി, തൻ്റെ ഇല്ലായ്മ കണ്ടെത്തി, ബലഹീനത കണ്ടെത്തി. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ പടയിൽ കയറി നിൽക്കുന്നവൻ ആരാണെന്നുള്ള ആ സത്യം പത്രോസ് മനസ്സിലാക്കി. നാം അറിയണം, നമ്മെ സ്നേഹിക്കുന്ന ഈ യേശു ആരാണ്. യേശു അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. യേശു ദൈവാലയത്തേക്കാൾ വലിയവനാണ്. യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു യോനയേക്കാൾ വലിയവനാണ്. യേശു ശലോമോനിൽ വലിയവനാണ്. യേശു സ്വർഗത്തെക്കാളും വലിയവനാണ്. ഹല്ലേലൂയ. യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. യേശു ആരാണെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് ബഹുമാനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഓവൻ റെവറൻസ്, നല്ല ബഹുമാനവും ഭയഭക്തിയും ഉണ്ടാകും. ദൈവം എന്നെ കാണുന്നു. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നിരാശകളും മാറും. യേശു ആരാണ്? സർവശക്തനാണവൻ, സർവസമ്പന്നനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവലോക ജഗൻ നിയന്താവാണ് എൻ്റെ കർത്താവ്. ആ കർത്താവിൻ്റെ മോനാണ് ഞാൻ ആ കർത്താവിൻ്റെ മോളാണ്. എൻ്റെ പ്രിയരെ, നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യണം. ഞാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്പനാണ്. ധനികനായ അപ്പൻ്റെ ധനികനായ മകനാണ് ഞാൻ. നിങ്ങൾ പറയണം.
ഒരുപക്ഷെ കയ്യിൽ വാടക കൊടുക്കാൻ പോലും കാണിയല്ല, കൂലിപ്പണിക്ക് പോവുകയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം അതായിരിക്കണം. നിത്യധനി, വലിയ ധനി, ലോകത്തിലേക്കും വെച്ച് സർവ്വപ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും ധനികനായ നിത്യനായ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ പിന്നെ എന്തിനു നിരാശപ്പെടണം? എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തമാണ് ക്രിസ്തുയേശുവിൽ എനിക്ക് പൂർണ്ണമായി തീർത്തു തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്താൽ ഈ ക്രിസ്തീയ ജീവിതം അനുഭവിക്കണം. വിശ്വാസത്താൽ യേശുവിനോടുള്ള സ്നേഹം അനുഭവിക്കണം. യേശുവിൻ്റെ വിശുദ്ധി അനുഭവിക്കണം. വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യനായ കർത്താവേ, എന്നെ വിട്ടു പോകണമേ എന്ന്. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? അപ്പോൾ യേശു എന്താണ് ശിമോൻ പത്രോസിന് ചെയ്തു കൊടുത്തത്? അപ്പോൾ കർത്താവ് എങ്ങനെയാണ് പ്രതികരിച്ചത്? എല്ലാം നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ചിന്തിക്കാം. നിങ്ങൾ സ്ഥിരമായി തിരുവചനം കേൾക്കുന്നവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്ഥിരമായി ഈ തിരുവചനം കേൾക്കുക മാത്രമല്ല, അനേകർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിസ്വാർത്ഥമായി ലാഭേച്ഛകളൊന്നുമില്ലാതെ ആത്മാക്കൾ രക്ഷപ്പെടണം, സ്വർഗം നിറയണം, നരകം ശൂന്യമാകണമെന്നാണ് പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന, മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഏവരുടെയും ലക്ഷ്യം. ആരോടും പണം ചോദിക്കാതെ, ആരുടെയും പണം ആഗ്രഹിക്കാതെ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ എൻ്റെ യേശു പ്രസാദിക്കണം, യേശുവിനെ ജനം കണ്ടെത്തണം. ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവരും, സഭാഭേദമന്യേ എല്ലാവരും കർത്താവിനെ കണ്ടെത്തണം. ആ ഒരു ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. മാത്രമല്ല, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്ന്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേല പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന എല്ലാവരും കർത്താവ് സ്നേഹിക്കുന്ന മക്കളാണെന്നും അവർ ബഹുമാനത്തിന് യോഗ്യരാണെന്നും ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവം തന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാട്. ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല യേശു നിങ്ങളുടെ അടുക്കലുണ്ട്, നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതപ്പെട യേശുവിനെ വിട്ടുകൊടുക്കുക, യേശുവിനെ തന്നെ ഏറ്റുപറയുക, പാപത്തോട് യാത്ര പറയുക, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. ഞാൻ ഇന്നു മുതൽ യേശുവിൻ്റെ മകനായി മകളായി ജീവിക്കുമെന്ന് യേശുവിന് ഉറപ്പ് കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും, തൻ്റെ കൃപ നിറയ്ക്കും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പോരാ, ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വീണ്ടും പ്രാർത്ഥിക്കുകയോ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയോ ചില കാര്യം ഡിസ്കസ് ചെയ്യുകയോ ചെയ്യേണ്ടതിനുള്ള അവസരങ്ങളുണ്ട്. കർത്താവിൻ്റെ മക്കൾ അതെല്ലാം പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.